പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകി ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും അനവദ്യൻ മമനാഥാനിൻ മഹിമക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ
കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങി നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവെ, നിശ്ചയമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനരാം സർവേശ, പരിപാവനരാം ബലവാനേ, പരിപാവനരാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദിവ്യവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രതികളുടെ പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ പരമേൽപ്പിച്ച ഈ ദൗത്യം വഴി ഞാൻ സഭയിൽ ശുശ്രൂഷകനായി. ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. നമ്മുടെ കർത്താവായ നമുക്ക് ശ്രദ്ധാപുറം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസയരും നിയമജ്ഞരും പെറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹമുള്ള ഡിൻഡോച്ച, ജോൺ പൊള്ളച്ച, ഒരു ചെറിയ സന്ദേശം. സ്നേഹമുള്ളവരെ, കാണാതെ പോയി തിരികെ കിട്ടുന്നതിൻ്റെ സന്തോഷങ്ങളൊക്കെ ജീവിതത്തിൽ പലവട്ടം അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ. കാലഘട്ടത്തിൽ കാണാതാവലുകൾ കൂടുതലാകുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന തിരിച്ചുവരവിൻ്റെ സന്തോഷവും നമ്മൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടാകും. 3 തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തെ ഒന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേത് ബൈബിളിൽ തന്നെ പറയുന്ന വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിൽ നിന്നും അകന്നു പോയവർ തിരികെ എത്തുമ്പോൾ എങ്ങനെയാണ് സ്വർഗം സന്തോഷിക്കുക? അത് അനുതാപത്തിൻ്റെ വഴിയാണ്. അനുതാപത്തെക്കാൾ കൂടുതൽ അല്പം കൂടി കടന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മാനസാന്തരത്തിൻ്റെ വഴിയാണ്. അനുതാപവും പശ്ചാത്താപവും മനസ്സിൽ വേദനകളുണ്ട്, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച്, പരിഭവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കടന്നുപോയ വഴികളിൽ ഇടർച്ചകളെക്കുറിച്ച് മനസ്സിൽ തോന്നുന്ന ആദ്യ പടിയാണ് എനിക്ക് ദൈവത്തിലേക്ക് തിരിച്ചു ചേരണമെന്ന്. തിരിച്ച് ദൈവത്തിലേക്ക് നടന്നെത്തി പിന്നീട് ഒരിക്കലും പണ്ടത്തെ വഴിയിലൂടെ കടന്നു പോകില്ലെന്ന് ഉറപ്പിലാണ് മാനസാന്തരത്തിൻ്റെ പൂർണ്ണത നിൽക്കുന്നത്. നമ്മളൊക്കെ കുമ്പസാര കൂദാശ കഴിയുമ്പോൾ സഭ ഇന്ന് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ദൈവം കൊതിക്കുന്നതും നമ്മളെല്ലാവരും എടുക്കേണ്ടതുമായ ഒരു മാർഗമാണ് ഈ മാനസാന്തരം. ഇന്നത്തെ ലൂക്കാസ് സുവിശേഷകന്റെ 15-ാം അധ്യായത്തിലെ ആദ്യ ഭാഗവും തുടർന്ന് അങ്ങോട്ട് കാണാതായ നാണയത്തിൻ്റെയും ധൂർത്തപുത്രൻ്റെയും ഉപമകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇടറിപ്പോയി, അകന്നുപോയി, ദൈവസ്നേഹത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി, ദൈവത്തിൽ നിന്നും ഇനി ഒരിക്കലും തിരികെ വരാത്തത് ദൂരത്തേക്ക് മാറിയെങ്കിൽ തിരികെ വരണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, ദൈവമെന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യത്തിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മൾ പങ്കുപറ്റാതിരുന്നിട്ടുണ്ടോ, തിരികെ നടക്കാം ആ സ്നേഹവലയത്തിലേക്ക്. കാണാതായവനെ കണ്ടെത്തി കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആട്ടിടയൻ്റെ അതേ സ്നേഹവാത്സല്യങ്ങളോട് കൂടി അവൻ നമ്മയും സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തൊരു കാണാതാകലുകളുണ്ട്. ഇത് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയിലാണ്. രണ്ടാമത് ഇപ്പം നടക്കുന്ന ഒരു കാണാതാകലുകൾ നമ്മൾ കാഴ്ച കൊണ്ട് മറ്റുള്ളവരെ കാണാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രൂപപ്പെടുന്നതാണ്. നമുക്കെല്ലാവരും അറിയാം, ചുറ്റുകളിലൊക്കെ കുറേ പേര് ഉണ്ട് എങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവരൊക്കെ തന്നെ കാണാതെ ആയിപ്പോയി എന്ന് തോന്നുന്ന ചില അവസ്ഥകളിലേക്ക് ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീടുകളിൽ ചിലരെയൊക്കെ നമ്മൾ കാണുന്നില്ല, അവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ലോകത്തുമായിട്ട് അവരെവിടെയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചില മാതാപിതാക്കളെ കാണാതെ പോകുന്ന മക്കളും മരുമക്കളും ഉണ്ട്. ചില മരുമകളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന അമ്മായിമ്മമാരുണ്ട്. മക്കൾ എവിടെയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് വഴിയിലൂടെയൊക്കെ പോയല്ലോ എന്ന് കരുതുന്ന ചില നേരങ്ങളിൽ മാതാപിതാക്കളുടെ അവസ്ഥകളുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അയൽപ്പക്കക്കാരെ, സ്വന്തങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധങ്ങളെയൊക്കെ എൻ്റേതായിരുന്ന പലതിനെയും ചില നേരങ്ങളിൽ ഞാൻ മൂലം കാണാതാകുന്നുണ്ടോ? അവരെ തിരിച്ചു കിട്ടാനുള്ള ഒരു ദിവസമായി കൂടി ഇന്നത്തെ വചനത്തെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം. ദൈവം നമ്മെ തേടി വരുന്നതോടു കൂടി നമ്മെ ഏൽപ്പിച്ച ചിലർ നമ്മിൽ നിന്നും കാണാതായിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ പിടിക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ഇന്ന് സഭ നമുക്ക് നൽകുന്നുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം ആ തിരികെ വരികൾ എന്തുമാത്രം സന്തോഷമാണ് നൽകുക എന്ന്. ഒരു മെസ്സേജ് കിട്ടിയാൽ മതി. 12 കൊല്ലം സ്നേഹിച്ച് നടന്ന ഒരു ചെറുക്കൻ ഒരു പെൺകുട്ടിയെ അവൾ ഒരിക്കൽ പോലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായില്ല. 12ാമത്തെ കൊല്ലം അവൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞ് മനസ്സമ്മതത്തിൻ്റെ തലേദിവസം അവളുടെ വക ഒരു മെസ്സേജ്, ഹായ് എന്തുണ്ട്. അവൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ 12 കൊല്ലം ഇവളുടെ പുറകെ നടക്കായിരുന്നു, എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായിപ്പോൾ അവളുടെ വക ഒരു റെസ്പോൺസ്. എന്നിട്ട് അവൻ പറയുന്നൊരു കാര്യം, ഈ നേരത്തെ എനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷം ഞാൻ വേറെ ആരും ഇത് ചെയ്യാനല്ല. ചില നേരങ്ങളിൽ ചില മേഖലകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സന്തോഷത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അവൻ്റെ കണ്ണു മുമ്പിൽ നിന്ന് അവൾ അകന്നു നിന്നിരുന്ന് തിരികെ വരുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്ന ഒരു കൊച്ചുകാര്യം, ഒരു ഭർത്താവ് ഭാര്യയെ വധിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഒരു സുഹൃത്തിനെ കൂടി ചേർന്ന് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ടെറസിൻ്റെ മേലെ നിന്ന് താഴേക്ക് തട്ടിയിടാനുള്ള ശ്രമം നടത്തി, കേസ് കൊടുത്തു, വിധി വന്നു, അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി, ശിക്ഷയ്ക്ക് വിധിച്ചു 6 കൊല്ലത്തേക്ക്. എല്ലാം കഴിഞ്ഞ് അവളുടെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഒരിക്കൽ പോലും അയാളെ സ്നേഹിക്കരുത്, കൂടെ പോകരുത്. അവസാനം അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ശിക്ഷ കഴിഞ്ഞ് എന്ന് വരുന്നുവോ അന്ന് ഞാൻ അയാളുടെ കൂടെ തിരികെ പോകും. കാരണം നിങ്ങൾക്കാർക്കറിയില്ല അയാൾ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടതിൻ്റെ വേദന. എത്ര ക്രൂരനായിക്കോട്ടെ, അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഇതെല്ലാം പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ കാണാതായിട്ട് തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ സുവിശേഷവും വചനവും ബലി നമുക്ക് കൃപ നൽകട്ടെ. അവരെ തിരികെ എത്താൻ അവരെ ഒന്ന് കണ്ണു നിറയെ കാണാൻ, അറിയാതെ അവരെ ഒന്ന് കണ്ണു നിറഞ്ഞ് കാണുന്ന നേരത്ത് നമ്മളെക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന മറ്റു ചിലരുണ്ട്, അല്ലെങ്കിൽ ആ കാണാതെ പോകുന്നവരുണ്ട്. പേടിച്ചൊളിച്ച് നിൽക്കായിരിക്കും. ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ അപ്പൻ എപ്പോഴാണാവോ പിടിക്കണമെന്ന് കരുതുന്ന കുഞ്ഞു കുരുന്നുകളുണ്ട്. അവരെ കിട്ടണ വഴിക്ക്
തല്ലിക്കൊഴിച്ച് അവരെല്ലാം ആ പേടി ഇരട്ടിപ്പിക്കാതെ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചാൽ മതി. അറിയാണ്ട് പറ്റിപ്പോയതാണോ, ഇനി ആവർത്തിക്കില്ലല്ലോ, മിടുക്കൻ വായോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എൻ്റെ തെറ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് കണ്ടുപിടിക്കുവോളം അനുഭവിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന. ആ നേരത്തെ നമ്മൾ ഒളിച്ചു നടക്കുന്ന സമയമാണ്, വീടിനകത്ത്, കട്ടിലിനകത്ത്, മറ്റുള്ളവരുടെ മുഖത്തിനകത്ത്. നമുക്കൊന്ന് ശ്രമിക്കുക അത്തരത്തിൽ ഒളിച്ചു നിൽക്കുന്നവരെ തിരികെ പിടിക്കാൻ. മൂന്നാമതൊന്നും കൂടി പറഞ്ഞാൽ നിർത്തുക, നമുക്ക് നമ്മെ തന്നെ കാണാതാകുന്ന അവസ്ഥകളും ഇപ്പോൾ കൂടുതലാണ്. അത് പല തലങ്ങളിലാണ്. എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ അല്പമൊക്കെ മദ്യപിച്ചിട്ട് ജോൺ പൊള്ളച്ചിൻ്റെ അടുത്തൊക്കെ വരുന്ന ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാൻ വൈകിയതിൻ്റെ പേരിലാണ് അച്ഛാ മാനസാന്തരം അല്ലെങ്കിൽ ഇങ്ങനെ കുടി നിർത്താൻ ഇത്രയും വൈകിയത്. ഇപ്പം എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ എവിടെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. കാണാതെ പോയ ആടുകളുടെ കഥ പറയുമ്പോൾ ആദ്യം എന്നിലേക്ക് ഒരു കണ്ണാടി വെക്കണം. ഞാൻ എപ്പോഴൊക്കെയാണ് കാണാതാകുന്നത്, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് എപ്പോൾ, എന്നിലെ കുസൃതികൾ ഉണർന്നെഴുന്നേൽക്കുന്നത് എപ്പോൾ, എന്നിലെ പാപവഴികൾ എപ്പോഴൊക്കെ തികഞ്ഞു വരുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് എൻ്റെ സത്വത്തെ എപ്പോഴൊക്കെ എനിക്ക് കാണാതെ പോകുന്നുവോ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന ബോധ്യം എന്നിൽ നിന്ന് എപ്പോഴൊക്കെ മാറിപ്പോകുന്നുവോ, എൻ്റെ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഞങ്ങൾ പൂരകങ്ങളാണെന്ന് എപ്പോഴൊക്കെ എനിക്ക് തിരിച്ചറിയാതെ കഴിയാതെ പോകുന്നുവോ, ഞാൻ മകനാണെന്ന അസ്തിത്വം എപ്പോഴൊക്കെ ഞാൻ മറന്നു പോകുന്നു, ഞാൻ അപ്പനാണ് അമ്മയാണെന്ന ബോധ്യം എപ്പോഴൊക്കെ എനിക്ക് ഇല്ലാതാകുന്നു, അപ്പം നമ്മൾ നമ്മിൽ തന്നെ കാണാതാവുകയാണ്. തിരിച്ചു വരാം. അന്ന് സ്വർഗത്തിലുണ്ടായ അതേ സന്തോഷം നമുക്ക് ലഭിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ തമ്പുരാനെ, സ്നേഹത്തോടെ എൻ്റെ പിറകെ നടക്കുന്ന നിന്നെ ഞാൻ ഒളിച്ച് മാറി നിന്ന് കാണാതെ പോകുന്നുണ്ട്. ആദ്യ മാതാപിതാക്കൾ മുതൽ ഈ ഒളിച്ചു നിൽക്കൽ പ്രകടമാണ്. ആദ്യ തെറ്റ് ചെയ്തപ്പോൾ ആദം ഹവയും ഒളിച്ചത് കാട്ടിലാണ്. തുടർന്ന് അങ്ങോട്ടുള്ള വഴികളിൽ ഇടറിയവരെല്ലാം ഒളിക്കാൻ ശ്രമിച്ചത് അവിടെയാണ്. ഞാനും നിന്നിൽ നിന്നകന്ന് ഒളിക്കാൻ ശ്രമിക്കുക. കണ്ടെത്തി കഴിയുമ്പോൾ 99 ആടുകളെക്കാൾ തീഷ്ണതയോടും തീവ്രതയോടും സ്നേഹവായ്പോടും വാത്സല്യത്തോടും കൂടി എന്നെ കെട്ടിപ്പിടിക്കാൻ തയ്യാറായി നീ നിൽപ്പുണ്ട്. കണ്ണുയർത്തി നിന്നെ തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് എടുക്കാൻ എനിക്ക് കൃപ തരണമേ. എന്നെ ഒന്ന് കണ്ടെത്താൻ ഞാൻ തന്നെ ഒന്ന് തല ഉയർത്തട്ടെ. ഞാൻ വീണ്ടും വീണ്ടും വിളിക്കാതെ നെഞ്ചോട് നിവർത്തി നിന്നരികിലേക്ക് വരാൻ കൃപ തരണമേ. എനിക്ക് കാണാതെ പോയ കുറേ പേരെൻ്റെ ചുറ്റിലുമുണ്ട്. ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ചിലരെയൊക്കെ ഞാൻ കാണാതെ കണ്ണടച്ച് നടക്കുന്നുണ്ട്, മുഖം തിരിച്ച് മാറുന്നുണ്ട്, ഒരിക്കൽ പോലും കാണരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. ഇന്ന് പത്രത്തിൽ വന്ന തലക്കെട്ട് പോലെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട്ട തുറക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഞാൻ എന്ന ഒരു വ്യക്തിയുടെ വാക്കുപോലെ എന്നിലെ വെറുപ്പിൻ്റെ ഇടങ്ങളിൽ ഞാൻ അടച്ചുമൂട്ടി വെച്ച് പലരെയും സ്നേഹത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി ഒന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ അവരെന്നിലേക്ക് തിരികെ വരും. ഞാൻ മാറ്റി നിർത്തിയവർ, എന്നെ മാറ്റി നിർത്തിയവർ, എൻ്റെ ചുറ്റിലും വീട്ടിലും കൂട്ടത്തിലുമുള്ളവർ, തമ്പുരാനെ അറിഞ്ഞ് ഞാൻ കണ്ണടച്ചിരുട്ടാക്കി എന്നിൽ നിന്നും കാണാതെ പോയി എന്ന് ഞാൻ കരുതുന്നവരെ തിരികെ കാണാൻ എനിക്ക് കൃപ നൽകണമേ. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ തിരികെ എത്തിക്കാൻ നീ ഒന്ന് ഇടപെടണമേ. എന്നിലെ എന്നെ തന്നെ ഒന്ന് കണ്ടെത്തണം. കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ മുഖവും എൻ്റെ ശരീരവും മനസ്സും ഹൃദയവും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയത്തക്ക രീതിയിൽ എന്നിലേക്കൊരു വെളിച്ചം തരണമേ. അകന്നു പോയ എന്നെ ഞാനായി തന്നെ ഒന്ന് കണ്ടെത്തി ദൈവത്തിൻ്റെ മകൻ, വിശുദ്ധിയുടെ സാന്നിധ്യം, നന്മയുടെ ഉറവിടം, കഴിവുകളുടെ നിറകുടം, എനിക്ക് പറ്റാവുന്നതിൻ്റെയൊക്കെ പൂർണ്ണത, ഞാനാണെന്ന ബോധ്യവും എനിക്ക് ചെയ്യാൻ ഇനി ഏറെയുണ്ടെന്ന ചിന്തയും എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധമ്മേ, ഈ ശനിയാഴ്ച ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കൃപ നിറഞ്ഞ നീ കൃപയിൽ വളരാൻ കൃപയാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തുഷ്ടനും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. ഇതാ ഞാൻ കർത്താനുദാസെന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണമായി സമർപ്പിച്ച പുസ്തകനെ മറത്തെ പോലെ ദൈവത്തിരുമനസ്സിനെ വിധേയരാ ജീവിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിൽ നിന്ന് കേട്ട വചനം വിശ്വസിക്കുകയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത ക്രിസ്തുകന്യാമൃതത്തിന്റെ മാതൃകയിൽ ജീവിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ കല്യാണ വേളയിൽ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വഴിയൊരുക്കിയ പരിശുദ്ധകന്യാമൃതത്തിന്റെ മാതൃക സ്വീകരിച്ച് അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ദൈവിക സാന്നിധ്യം അനുഭവവേദ്യമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആദിമാതാവായ ഹവ്വയുടെ അനുസരണകളും ഉണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണ വഴി രക്ഷാകർമ്മത്തിന് സഹകരിച്ച പുസ്തകന്യാമൃതത്തെ പോലെ ഞങ്ങളും രക്ഷയുടെ പ്രത്യാശയുടെ ഉപകരണങ്ങളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരും രക്ഷിക്കുകയും
ഇതിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്കാരനാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചുകണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. താതനും അതുപോലാത്മജനം ദിവ്യറുഹാക്കിൻ സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നെന്നേക്കും ആമേൻ, ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ, ആമേൻ. മാർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൽ നിന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സകലത്തിനെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിശന്മാരും മേജർമാരും മെത്രാപോലിത്തമാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിന് രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭിഷ്ട നിറവേറ്റുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മയും ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിച്ചു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് അവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാങ്കണ മഹത്വമരിദ്രത്തിന് ആരാധ്യമായ നാം എല്ലാ തരങ്ങളും സുതല നാവുകളും നിറഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിനോടൊറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാഖന്മാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരരുപിളുമായ സ്വർഗീശന്യങ്ങൾ അങ്ങോട്ട് നാം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരരുപിളുമായ ക്രമന്മാരുടെ ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദതം. ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദതം. ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഞങ്ങളുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ.
അപ്രകാരം തന്നെ കാശയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രികപ്പെട്ടതലവനും ഭരണാധികാരിമാർ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധീശനും പിതാവുമായ മാർ പോളി മെത്രാനും വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാരും ശിംശാനന്മാർ സമർപ്പിതരാൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെ ശിവന്മാരുടെ രക്തസാക്ഷികളും നരബഹുമാനത്തിനു വേണ്ടിയും ഞങ്ങളുടെ സന്നദ്ധിയിൽ പ്രീതിയാനകമാവത് വർദ്ധിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, നമ്മുടെ ഇടയിൽ നിന്നും മരണം മൂലം ഏർപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട എല്ലാവരെയും ബലിവേദിയിൽ നമുക്ക് സമർപ്പിക്കാം. മരണം മൂലം സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് 30-ാം ദിനം കൊണ്ടാടുന്ന ജോൺ പുള്ളച്ചൻ്റെ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഓർക്കാം, അമ്മച്ചിയെ ഓർക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും നമ്മുടെ ഇന്നിൻ്റെതായ നിയോഗങ്ങളെല്ലാം നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഇന്ന് കുർബാന ഏൽപ്പിച്ചിരിക്കുന്ന 2 വ്യക്തികളെയും അവരുടെ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എന്റെ സർവ്വസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവിടെ ഒരു വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായി
നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യകാരുണ്യമേ, ആരാധനേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ, ആരാധനേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാത്രങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ ഉളവാക്കുന്ന ശരീരത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപവും ജയം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരണം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രനെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം മായ്ച്ചുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ
ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും യുദാന്തവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായും കാരുണ്യം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ചുള്ള മഹനീയമാതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. സുതരവും പരിശുദ്ധവും യുദാന്തവുമായ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാവങ്ങൾക്ക് അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലു. പ്രീതി കലർന്നുയുകാന്ത്യത്തിൽ സ്വർഗീയോർ സ്നേഹ നഗരത്തിൽ മാലാഖമാർ ഒത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനീര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ ഏകപീഠമേ സ്വസ്തി. നിന്നിൽ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.